ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട അഖിൽ മാരാരുടെ ഒരു പോസ്റ്റും അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അഖിൽ മാരാര് തന്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ തന്റെ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് താൻ ഇവിടം വരെ എത്തിയ കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ തന്റെ ജാടയായോ തന്റെ അഹങ്കാരമായോ കാണരുത് ഈ വീഡിയോ എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാര് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. താൻ കഷ്ടപ്പെട്ട് തനിക്ക് ബുദ്ധിമുട്ട് വന്ന സാഹചര്യങ്ങളെ കടന്നുപോയതിനെ കുറിച്ചാണ് ഇതിൽ കൂടുതലും പറയുന്നത്. ആത്മാർത്ഥമായി പരിശ്രമിക്കൂ, ഫലമുണ്ടാവും, ഞാനാണ് സാക്ഷ്യം എന്ന അടിക്കുറിപ്പോടുകൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമേ തന്നെ പറയാം, ജാടയാണെന്നോ ഷോ ഓഫ് ആണെന്നോ ഒന്നും വിചാരിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു മാനസിക ധൈര്യം നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പങ്കുവെക്കുന്നത്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പം ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ബിഗ് ബോസിൽ പോലും ഞാൻ വളരെ തമാശ രൂപേണ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതെല്ലാം പറഞ്ഞത്. ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബിഗ് ബോസിൽ പോലത്തെ ഒരു ഷോയിലേക്ക് അഖിലേട്ടൻ കുറ്റം പറഞ്ഞിട്ട് എന്തിനു പോയി എന്നുള്ളത്. ആത്മഹത്യ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ബിഗ് ബോസിൽ പോകുന്നതാണ് എന്ന് ചിന്തിച്ച ഒരു സമയത്താണ് സത്യത്തിൽ ബിഗ് ബോസിലേക്ക് പോകുന്നത്. പക്ഷെ ജീവിതത്തിൽ ഉള്ള കഴിഞ്ഞ അത്രയും വർഷക്കാലത്തെ ഒരു സ്ട്രഗിൾ, ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ചത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത്, ക്ഷമയോടെ കാത്തിരുന്നത്, അല്ലെങ്കിൽ പല പ്രതിസന്ധികളെ അതിജീവിച്ചത്, ഇതൊക്കെ തന്നെയാണ് എന്നെ ഇന്ന് നിങ്ങളിൽ കാണുന്ന ഞാൻ പങ്കുവയ്ക്കുന്ന ഏതെങ്കിലുമൊക്കെ നല്ല നിമിഷങ്ങളിൽ ഒരിക്കലും അഹങ്കാരത്തിന്റെയോ മറ്റതോ അല്ല. ഞാൻ ചിലർക്ക് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിരവധി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളും മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പലവിധ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പീക്ക് അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കും, ഒരുപക്ഷെ ബിഗ് ബോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ കണ്ടിട്ടുള്ളവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഞാൻ എന്തായിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചില സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് ഇത് കാണുന്ന ആൾക്കാർക്ക്, കാണുന്ന പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകൂ. ജീവിതത്തിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും, പക്ഷെ അതിന് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകളുടെ അനുസരിച്ചായിരിക്കും. എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ തന്നെ എന്റെ കഴിഞ്ഞ 35 വർഷത്തെ ബുദ്ധിമുട്ടുകളുടെ ഫലമാണ്. ജനിച്ചപ്പോൾ മുതൽ 10ാം ക്ലാസ് വരെ എത്ര വാടക വീടുകളിൽ താമസിച്ചെന്നും ഏതൊക്കെ പ്രദേശത്ത് താമസിച്ചെന്നും കുട്ടിക്കാലത്ത് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും പിന്നീട് വളർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതും എന്റേതായിട്ടുള്ള അഹങ്കാരങ്ങൾ കൊണ്ട് എത്ര പേരെ ഞാൻ വെറുപ്പിച്ചെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷെ അതിലൂടെ കിട്ടിയതാണ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്, ഞാനിപ്പോ ഈ താമസിക്കുന്നത് ഒരുപക്ഷെ ദൂരെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ കൊതിക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കുറച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാനിപ്പോ ഏത് ഫ്ളാറ്റിന്, ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ, എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു ഫ്ളാറ്റിനുള്ളിൽ തുടർച്ചയായി താമസിക്കാൻ ലഭിച്ചേക്കുന്ന ഒരു ഭാഗ്യം പങ്കുവയ്ക്കുകയാണ്. ഇതാണ് ഞാൻ ബുർജ് ഖലീഫയുടെ ഉള്ളിലാണ്. അപ്പം ഒരുപാട് സന്തോഷം. നിങ്ങളും ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാം. കഷ്ടപ്പാടുകളുടെ ഫലം. കാരണം 35 വയസ്സ് വരെ ഒന്നുമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു വർഷം കൊണ്ട് കിട്ടിയതല്ല ഇതൊന്നും തന്നെ. ഈ 35 വർഷത്തെ ബുദ്ധിമുട്ടുകളെ കൃത്യമായി കണ്ട് അതിജീവിച്ചതിന്റെ ഫലമാണ്. അപ്പോൾ ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ച് പ്രയത്നങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതിപ്പം ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ബിഗ് ബോസിൽ പോലും ഞാൻ വളരെ തമാശ രൂപേണ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതെല്ലാം പറഞ്ഞത്. ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബിഗ് ബോസിൽ പോലത്തെ ഒരു ഷോയിലേക്ക് അഖിലേട്ടൻ കുറ്റം പറഞ്ഞിട്ട് എന്തിനു പോയി. ആത്മഹത്യ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ബിഗ് ബോസിൽ പോകുന്നതാണ് എന്ന് ചിന്തിച്ച ഒരു സമയത്താണ് സത്യത്തിൽ ബിഗ് ബോസിലേക്ക് പോകുന്നത്. പക്ഷെ ജീവിതത്തിൽ ഉള്ള കഴിഞ്ഞ അത്രയും വർഷക്കാലത്തെ ഒരു സ്ട്രഗിൾ, ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ചത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത്, ക്ഷമയോടെ കാത്തിരുന്നത്, അല്ലെങ്കിൽ പല പ്രതിസന്ധികളെ അതിജീവിച്ചത്, ഇതൊക്കെ തന്നെയാണ് എന്നെ ഇന്ന് നിങ്ങളിൽ കാണുന്ന ഞാൻ പങ്കുവയ്ക്കുന്ന ഏതെങ്കിലുമൊക്കെ നല്ല നിമിഷങ്ങളിൽ ഒരിക്കലും അഹങ്കാരത്തിന്റെയോ മറ്റതോ അല്ല. ഞാൻ ചിലർക്ക് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിരവധി ബുദ്ധിമുട്ടുകളും. താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തന്റെ കൊച്ചു സന്തോഷങ്ങൾ നിറഞ്ഞ വീഡിയോകൾ കണ്ട് തന്റെ അഹങ്കാരമാണെന്നോ ജാടയാണെന്നോ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു തന്നെയാണ് അഖിൽ മാരാര് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. കാരണം താൻ ഇന്ന് ബുർജ് ഖലീഫയുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ സമയത്ത് തനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ എന്തും സാധിക്കാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ രക്ഷപ്പെടാൻ
ദൈവമായി കൊടുത്ത അവസരം നന്നായി വിനിയോഗിച്ച ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അഖിൽമാരാരെ ഈ കാര്യത്തിൽ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ ഇച്ചിരി ലിപ്സിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്. അഖിൽമാരാര് സംസാരിക്കുന്നതും വീഡിയോയിൽ ലിപ്പ് അനങ്ങുന്നതുമായി വ്യത്യാസം നല്ലതായി തോന്നുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.